ഗുരുവായൂരപ്പന്റെ ഭക്തർക്ക് ഒരു തരി പോലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്ന് ഗുരുവായൂരപ്പന് നല്ല നിർബന്ധമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിന്ന് ഭഗവാന് തോന്നുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് മാറ്റാനുള്ള ആ ഒരു സൂത്രം കൂടെ ഭഗവാൻ പ്രയോഗിക്കും. അങ്ങനെ ഭഗവാന്റെ പ്രിയപ്പെട്ട രണ്ട് ഭക്തരുടെ അഹങ്കാരം മാറ്റിയ കഥയാണ് കേട്ടോ ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. ഒന്ന് ഗരുഡന്റെയാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട വാഹനം, പിന്നെ ഒന്ന് ഭഗവാന്റെ ആയുധമായിട്ടുള്ള സുദർശന ചക്രത്തിന്റെയും. അപ്പൊ ഈ ഗരുഡന് ഒരു ചിന്ത ഉണ്ടായിരുന്നു. തന്നെ വാഹനമായിട്ടാണല്ലോ ഭഗവാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏറ്റവും വേഗതയുള്ളത് തനിക്കാണ്, അതുകൊണ്ടാണ് തന്നെ വാഹനമായിട്ട് ഭഗവാൻ കരുതുന്നത്, ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഗരുഡനുണ്ടായിരുന്നു. സുദർശനത്തിനും ഇതേപോലെ തന്നെയായിരുന്നു. ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ആയുധമാണ് താൻ എന്നുള്ളൊരു ചിന്ത സുദർശനത്തിനുണ്ട്. തന്നേക്കാൾ കേമന്മാരായിട്ട് വേറെ ആരും ഇല്ല, അങ്ങനെ ഒരു ചെറിയ അഹങ്കാരം സുദർശനത്തിനും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഭഗവാനും മനസ്സിലായി. അപ്പൊ എങ്ങനെയെങ്കിലും ഇത് മാറ്റിക്കൊടുക്കണല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഈ രണ്ടു പേരെയും ഭഗവാൻ അരികിലേക്ക് വിളിച്ചു കേട്ടോ. ഗരുഡനെയും വിളിച്ചു, സുദർശനത്തിനെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹനുമാനെ ഒന്ന് കാണണം. നിങ്ങൾ പോയിട്ട് ഹനുമാനോട് ഒന്ന് ഇവിടം വരെ വരാൻ പറയൂന്ന്. ഗരുഡനോടാണ് പറയണത്, ഹനുമാനോട് വരാനായിട്ട് പറയാം. ഒപ്പം തന്നെ സുദർശനത്തിനോട് പറഞ്ഞു, വരുന്ന വഴിക്ക് കവാടം ഉണ്ടല്ലോ, കവാടത്തിന്റെ അവിടെ കാവലായിട്ട് നിൽക്കണം. ആര് അകത്തേക്ക് വരികയാണെങ്കിലും കയറ്റി വിടരുതെന്ന് സുദർശനത്തിനോടും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും സമ്മതിച്ചു. ഗരുഡനാണെങ്കിലോ ഹനുമാനെ തേടിയിട്ട് കാട്ടിലെത്തി. അപ്പൊ ഹനുമാൻ അവിടെ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞു, ഭഗവാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് അവിടം വരെ ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാൻ പറഞ്ഞു, ഞാൻ വന്നോളാം, ഗരുഡൻ ആദ്യം പോയിക്കോളൂ, ഞാൻ പുറകിൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ഗരുഡനാണെങ്കിലോ ഹനുമാൻ എത്രയും ദൂരമൊക്കെ സഞ്ചരിക്കണ്ടേ, പെട്ടെന്ന് എത്തുന്നില്ല, അപ്പൊ തന്റെ ചുമലിലിരുത്തി കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ ചിന്തയിലാണ് ഗരുഡൻ ചോദിക്കുന്നതേ. പക്ഷെ ഹനുമാൻ പറഞ്ഞത് ഞാൻ വന്നോളാം, ഗരുഡൻ പോയിക്കോളൂ എന്നാ പറഞ്ഞേ. അപ്പൊ എന്നാ ശരി എന്നുള്ള രീതിയിൽ ഗരുഡൻ ഭഗവാന്റെ അടുത്തേക്ക് എത്തി നോക്കുമ്പോണ്ടോ അവിടെ ഹനുമാൻ ഭഗവാനെ നമസ്കരിക്കണു. അപ്പോഴാണ് മനസ്സിലായത്, തനിക്ക് മുന്നേ ഹനുമാൻ ഇവിടെ എത്തിയിരിക്കണു, തന്നേക്കാൾ വേഗതയുള്ള വേറൊരു ഭക്തൻ കൂടെ ഭഗവാൻ ഉണ്ട് എന്ന് ഗരുഡനെ മനസ്സിലായി. ഭഗവാൻ മാറ്റിക്കൊടുത്തു. ആ ഒരു അഹങ്കാരം ചെറുതുണ്ടായിരുന്നത് ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് ഭഗവാൻ ഹനുമാനോട് ചോദിച്ചു, അല്ല വരുന്ന വഴിക്ക് വേറെ ആരെങ്കിലും കണ്ടോ, ആരെങ്കിലും തടഞ്ഞോ ഹനുമാനെ എന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ പറഞ്ഞു, ആ കണ്ടു, അവിടെ സുദർശന ചക്രം നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ അടുത്ത് കടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു വാക്ക് തർക്കത്തിന് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പിടിച്ച് വിഴുങ്ങി എന്ന് പറഞ്ഞിട്ട് ആ വിഴുങ്ങിയ സുദർശനത്തിനെ പുറത്തേക്ക് എടുത്തു വെച്ചു ഹനുമാൻ. അപ്പോൾ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. സുദർശനത്തിന് മനസ്സിലായി, തന്നേക്കാൾ ശക്തിയുള്ള വേറൊരു ഭക്തൻ ഭഗവാനുണ്ട് എന്ന് സുദർശനത്തിനും മനസ്സിലായി. ഭഗവാൻ അതും മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഈ രണ്ടു പേരുടെയും, അതായത് ഗരുഡന്റെയും സുദർശനത്തിന്റെയും ചെറിയൊരു അഹങ്കാരം ഭഗവാൻ മാറ്റിക്കൊടുത്തു.